നമസ്കാരം. AKSTU വിജയഭി CM കിഡ്സ് UP സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൺലൈൻ സപ്പോർട്ടിംഗ് ക്ലാസ്സുകളാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഇന്ന് ഈ ഒരു ക്ലാസിന്റെ ഭാഗമായി മലയാളമാണ് വിഷയം. ക്ലാസ് നയിക്കുന്നത് VPA UP സ്കൂളിലെ P വാസുദേവൻ മാഷാണ്. ഒരു ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി മാഷിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഒപ്പം എല്ലാ കുട്ടികളെയും ഈ ഒരു ക്ലാസ് വീക്ഷിക്കുന്നതിലേക്കും മാഷെ. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, കേൾക്കാവുന്നുണ്ടല്ലോ അല്ലേ? ശരി. പ്രിയപ്പെട്ട കുട്ടികളെ, AKSTU നടത്തുന്ന ഒരു ക്ലാസ് ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മലയാളം ആണ് ഇന്നിവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയം. കൂടുതൽ ആളുകളും വ്യാകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം എന്നൊരാവശ്യപ്പെട്ടതനുസരിച്ചാണ് വീണ്ടും ഒരു മലയാളം ക്ലാസ് കൂടെ വെക്കുന്നത്. ഇവിടെ വ്യാകരണ ഭാഗങ്ങളിൽ നമ്മൾ വ്യാകരണം എന്ന് കേൾക്കുമ്പോൾ സന്ധി, സമാസം, അതുപോലെ തന്നെ വിനയച്ചങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയും. ഇവിടെ നമ്മൾ പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് ഭാഷാ വസ്തുതകൾക്കാണ്. അപ്പൊ ഭാഷാ വസ്തുതകളെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കുറച്ച് സ്ലൈഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം വളരെ എളുപ്പമുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് അവസാനത്തെ സ്ലൈഡ് വരെ എത്താം. നമുക്ക് ഏകദേശം 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്കിത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും സ്ക്രീൻ കാണാതെ വരികയോ അല്ലെങ്കിൽ കൃത്യമായി ശബ്ദം കേൾക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അപ്പൊ നോക്കൂ, നമ്മളെ മലയാളത്തിലെ ചോദ്യങ്ങൾ എപ്പോഴും കേവലം നമ്മളെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ സാഹിത്യകാരന്മാരെ പേര്, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ പാഠഭാഗത്ത് പഠിച്ച വസ്തുത, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ മുഖ്യമായും ഊന്നൽ കൊടുക്കുക ഭാഷാ വസ്തുതകൾക്കാണ്. അത് നമുക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഭാഷാ വസ്തുതകൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിലൊക്കെ വന്നത്. അപ്പൊ അതിൽ നിന്നെടുത്ത ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, താഴെ കൊടുത്തതിൽ ഏറ്റവും ശരിയായ രൂപം ഏത്? വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്ത്യൻ, വിശ്വസ്ത്യൻ, അങ്ങനെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതോ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ABCD ഏതായിരിക്കും? ആരെങ്കിലും പറഞ്ഞോളൂ. ഏതാണ്? ABCD. ഓക്കെ, ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, എല്ലാവരും ഇത്രയാണ്. മതി. ബി ആണ് ശരിയായ ഉത്തരം. ബി ആണ് ശരിയായ ഉത്തരം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വാക്കുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ, അങ്ങനെ, അടിമത്വം, അടിമത്തം എന്നാണ് ശരിയായ വാക്ക്. അതാത് നല്ല അതത്, അധപതനം ഒക്കെ ശരിയാണ്. രണ്ടാമത്തെ കോളം, ആദ്യത്തെ കോളത്തിൽ തെറ്റാണ്. 4 കോളത്തില് 1-ാമത്തെയും 3-ാമത്തെയും കോളം തെറ്റും, 2-ാമത്തെയും 4-ാമത്തെയും കോളം ശരിയും. അപ്പൊ ഈ വാക്കുകൾ ഞാൻ ഇന്ന് എടുത്തെഴുതിയത് നമ്മളെ പാഠപുസ്തകത്തിന്റെ അവസാനം നിങ്ങൾ പദപരിചയം എന്നൊരു ഭാഗം കാണും. അപ്പൊ നിങ്ങൾ എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ പിന്നിലുള്ള പദപരിചയങ്ങൾ വായിച്ചു നോക്കണം. ആ പദങ്ങളിൽ ഇത്തരം വാക്കുകൾ കുറെ ഉണ്ട്. അതിന്ന് എടുത്തിട്ടാണ് പലപ്പോഴും വാക്കുകളുടെ അക്ഷരങ്ങൾ തെറ്റിച്ചോ ശരിയാക്കിയോ ഒക്കെ നമുക്ക് തരുന്നത്. അപ്പൊ ചിലപ്പോൾ തെറ്റായ പദം ഏത് ചോദിക്കാം, ശരിയായ പദം ഏത്, രണ്ടും ചോദിക്കാം. അപ്പൊ 3 തെറ്റും 1 ശരിയും തരാം, അല്ലെങ്കിൽ 3 ശരിയും 1 തെറ്റും തരാം. അപ്പൊ ഏത് രീതിയിലാണെങ്കിൽ അത് എഴുതണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ എഴുതിയ സ്ക്രീനിലെ സാധനങ്ങൾ, വാക്കുകൾ മുഴുവൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇത് നിങ്ങൾ എഴുതിയെടുക്കാൻ നിന്നാൽ നമ്മുടെ സമയം മുഴുവൻ അതിനു വേണ്ടി പോകും. ഞാൻ ഇതൊരു ഉദാഹരണം പറയുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്കൊരു സാധ്യത ഉണ്ട്
എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പാഠപുസ്തകത്തിലെ അവസാനം വരുന്ന ഈ വാക്കുകൾ ഇതേപോലെ പദപരിചയം, അത് മലയാളം ഫസ്റ്റ് ആണെങ്കിലും മലയാളം സെക്കൻഡ് ആണെങ്കിലും രണ്ടിലും പിൻഭാഗത്ത് പദപരിചയം. നിങ്ങൾ മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും നോക്കുമ്പോൾ ഭാഷാ വസ്തുതകളുമായി ബന്ധപ്പെട്ട ചോദ്യം രണ്ടിലും ഏറെക്കുറെ ഒരേപോലെ വരും. അപ്പൊ അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. ഈ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. ഈ മുഴുവൻ വാക്കുകൾ നമ്മൾ എഴുതിയെടുക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ ഞാനത് സാറിന് ഷെയർ ചെയ്ത് കൊടുക്കാം. സാറ് ഈ സ്ലൈഡുകൾ നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് നോക്കി നിങ്ങൾ പിന്നീട് ഈ വാക്കുകളൊക്കെ ഒന്ന് ശരിക്കും പരിചയപ്പെടാം. അതിന്റെ അർത്ഥം ഇതേ വാക്കുകളാണ് വരിക എന്നുള്ളതല്ല, ഇത്തരത്തിൽ വരാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൂട്ടത്തിൽ പെടാത്ത പദം ഏത്? എ ഇഷ്ടാനിഷ്ടം, ബി ജയപരാജയം, സി സ്നേഹവാത്സല്യം, ഡി പല്ലവപുടം. ഏതാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കൂട്ടത്തിൽ പെടാത്ത പദം എ ബി സി ഡി. ഓപ്ഷൻ ഡി. ഓക്കെ, ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരാത്തത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഇത് നമ്മൾ പദങ്ങളെ വിഗ്രഹിച്ച് പറയാന്ന് പറയും. അപ്പൊ വിഗ്രഹിച്ച് പറയുമ്പോൾ ആ വിഗ്രഹിക്കുന്ന രീതി എങ്ങനെയാണോ അതിനാണ് സമാസം എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ USSനൊന്നും ഒരിക്കലും സാധാരണ രീതിയിൽ ഈ സമാസങ്ങളുടെ പേരുകൾ നിങ്ങൾ സാധാരണ ചോദിക്കാറില്ല. അപൂർവം ചില ചോദ്യപേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സാധാരണ സമാസങ്ങളെ പേര് ചോദിക്കാറില്ല. പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞു വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പെടാത്തത് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ നോക്കൂ, ഞാൻ ഈ പറയുന്ന പേരുകൾ, ഈ സമാസം ഏതൊക്കെയാണ് പ്രധാന സമാസങ്ങൾ എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഞാനിവിടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, കാണുകയും ചെയ്യാം. ഈ സമാസങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പേരുകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് നോക്കിയിട്ട് ഏതാണ് ഒരേപോലെ വരുന്നത് അല്ലാത്തതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടി വരാം. അപ്പൊ തൽപുരുഷൻ ഒരു പ്രധാന സമാസമാണ്. അപ്പൊ നമ്മൾ സമാസങ്ങൾ എപ്പോഴും രണ്ട് വാക്കുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ ആദ്യത്തെ പദത്തിന് പൂർവ്വപദം എന്നും രണ്ടാമത്തതിന് ഉത്തരപദം എന്നും പറയും. അപ്പൊ ഇവിടെ തൽപുരുഷൻ ഉത്തരപദത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. പാക്ക് വെട്ടി, പാക്കിനെ വെട്ടുന്നത്, അപ്പൊ വെട്ടുന്ന സാധനത്തിനാണുള്ള പ്രാധാന്യം. അപ്പൊ പാക്ക് വെട്ടി എന്നുള്ളത് വെട്ടുന്നതിന്, അതായത് രണ്ടാമത്തെ ഭാഗത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതിനെ തൽപുരുഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് കർമ്മധാരയൻ. പക്ഷെ കർമ്മധാരയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെ ഭാഗം വിശേഷണമായിരിക്കും എന്നുള്ളതാണ്. പാക്ക് വെട്ടിയിൽ വെട്ടി എന്നുള്ളതിന് വിശേഷണമല്ല പാക്ക് എന്നുള്ളത്. പക്ഷെ നീലമേഘം എന്ന് പറയുമ്പോൾ എന്താ, മേഘത്തിനാണ് പ്രാധാന്യം. മേഘം എന്നുള്ളതിന്റെ വിശേഷണമാണ് നീല എന്ന് പറയുന്നത്. അപ്പൊ നിറമാണ്. അപ്പൊ ആദ്യത്തെ ഭാഗം വിശേഷണമായിരിക്കും. ഈ രണ്ട് സമാസങ്ങൾ ശ്രദ്ധിക്കുമ്പം തൽപുരുഷനാണെങ്കിലും കർമ്മധാരയനാണെങ്കിലും രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യമുള്ളത്. അതിൽ കർമ്മധാരയുടെ പ്രത്യേകത എന്താ, ആദ്യത്തെ പദം ഒരു വിശേഷണമായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് തൽപുരുഷൻ ഏതാണ്, കർമ്മധാരയൻ ഏതാണ്, ആ പേര് പറഞ്ഞ് പഠിക്കേണ്ടതില്ല. പകരം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും, താഴെ തന്നിരിക്കുന്നതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? നീലമേഘം, കാർവർണ്ണൻ, ചെമ്പരുത്തി, അല്ലെ അതേപോലെ വേറൊരു വാക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് കാർവർണ്ണൻ, കറുപ്പ് നിറാണ് ആദ്യത്തെ ഭാഗം, വിശേഷണമാണ്. അല്ലെങ്കിൽ ചെമ്പരുത്തി, ചുവന്ന പരുത്തി, ആദ്യത്തത് പരുത്തിന്റെ ഒരു വിശേഷണമാണ് ചുവന്ന എന്നുള്ളത്. അല്ലെ കാർവർണ്ണൻ, വർണ്ണം നിറമാണ്, കറുപ്പ് നിറം, അപ്പൊ കാർ എന്നുള്ള വിശേഷണമാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വരുന്ന വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഒരേപോലെ വരുന്നത്, ഏതാ ഒരേപോലെ വരാത്തത്, ഇത് മാത്രമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ പേരുകൾ പഠിക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടേണ്ടതില്ല. പക്ഷെ നമുക്കൊരു 3-4 വാക്കുകൾ കിട്ടുമ്പം ആ വാക്കുകൾ ഒരേപോലെ വരുന്നത് ഏതാണ്, അല്ലാത്തത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പൊ നോക്കൂ, വേറെ ഒന്ന് ദിഗു. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ദിഗുവിന്റെ ഒരു പ്രത്യേകത ആദ്യത്തെ പദം എണ്ണമായിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാടെണ്ണം കേട്ടിട്ടുണ്ട്. മുക്കണ്ണൻ 3 കണ്ണുള്ള ആള്, നാൻമുഖൻ 4 മുഖമുള്ള ആള്, ദശാനനൻ 10 മുഖമുള്ള ആള്, സപ്തസ്വരം 7 സ്വരങ്ങള്, നവരത്നങ്ങൾ 9 രത്നങ്ങള്, അതേപോലെ തന്നെ ഒരുപാട് പഞ്ചശരൻ 5 ശരങ്ങളുള്ള ആള്. അപ്പൊ ഇത്തരത്തിൽ ചതുർവേദം 4 വേദങ്ങള്, അല്ലെ ത്രിമൂർത്തികൾ. ഇങ്ങനെ ആദ്യത്തെ എണ്ണം ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തത് കുറെ എണ്ണം ഉണ്ട്. അഷ്ടദിഗ്ഗജങ്ങളുണ്ട്, അല്ലെ ഏകാദശ പുരാണങ്ങൾ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിൽ കാണാൻ പറ്റും. അപ്പൊ ആ വാക്കുകളൊക്കെ പ്രത്യേകത ആദ്യത്തെ ഭാഗം ഒരു നമ്പർ ആയിരിക്കും, ബാക്കിയുള്ള ഭാഗമായിരിക്കും അതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ വരിക. അപ്പൊ ആദ്യത്തെ പദം പൂർവ്വപദം, ഒന്നാമത്തെ പദം ഒരു എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ സമാസത്തിന്റെ പേരാണ് ദിഗു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിഗു എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങളുടെ ചോദ്യങ്ങൾ വരിക. പകരം ഇത്തരത്തിൽ മുക്കണ്ണൻ, നാൻമുഖൻ, ദശാനൻ വേറൊന്നും കൂടെ തരും.
തന്നിട്ട് ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്, അല്ലെങ്കിൽ വ്യത്യസ്തമായത് ഏത്, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ നമ്മൾ ദിഗു എന്നുള്ള പേരല്ല പഠിക്കേണ്ട, പകരം ഈ വരുന്ന വാക്കുകളെ പ്രത്യേകത എന്താണ്, അപ്പൊ എങ്ങനെയാണ് ഗ്രൂപ്പിൽ പെടാത്തത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതേപോലെ നമ്മൾ എപ്പോഴും പറഞ്ഞ അനുദിനം, സസ്നേഹം, സസന്തോഷം. അപ്പൊ ഒരു ക്രിയയോട് കൂടി അല്ലെങ്കിൽ ഒരു നാമത്തോട് കൂടി ഒരു വാക്ക്, ഒരു അക്ഷരം കൂടി ചേർന്ന് വരിക, അതിനാണ് നമ്മൾ സാധാരണ അവ്യയീഭാവൻ എന്ന് പറയാം. അപ്പൊ അവ്യയീഭാവൻ ഒരു സമാസമാണ്. ആ സമാസം ഒരു നാമത്തോടോ അല്ലെങ്കിൽ ഒരു ക്രിയയോടോ ചേർന്ന് ഒരു അനുദിനം, അപ്പൊ അനു എന്നുള്ള സ്ഥാനം വരും, അല്ലെ സസ്നേഹം സാ വരും. അപ്പൊ ആ രീതിയിൽ പ്രതിദിനം, അല്ലെ അങ്ങനെ ആ രീതിയിലുള്ള കുറെ വാക്കുകളുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ചേർന്ന് വരുന്നതാണ് അവ്യയീഭാവൻ. അപ്പൊ അവിടെ നിങ്ങളോട് ചോദിക്കുക അനുദിനം, സസ്നേഹം, മുക്കണ്ണൻ, അല്ലെ വേറെ വരും. എന്നിട്ട് ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തത്. അപ്പൊ നമുക്ക് മുക്കണ്ണൻ എന്നാണ് ഗ്രൂപ്പിൽ പെടാത്തത് എന്നുള്ളത് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അനുദിനം, സസ്നേഹം, അത്തരം വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ആ സമാസത്തിനെയാണ് അവ്യയീഭാവൻ എന്ന് പറയുന്നത്. പിന്നെ ദ്വന്ദ്വൻ. ദ്വന്ദ്വൻ എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ നോക്കിയത്. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരേപോലെ. അപ്പൊ നോക്കൂ, കൈ കാലുകൾ എന്ന് പറഞ്ഞാൽ കൈയും കാലും. രാമകൃഷ്ണന്മാർ, രാമനും കൃഷ്ണനും. മാതാപിതാക്കൾ, മാതാവും പിതാവും. ഇതേപോലെ ഇഷ്ടാനിഷ്ടം, ഇഷ്ടവും അനിഷ്ടവും. വിജയപരാജയം, വിജയവും പരാജയവും. അപ്പൊ അതിൽ ആദ്യത്തേനും രണ്ടാമത്തേനും പ്രാധാന്യം എന്നുള്ളതില്ല, രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു വാക്ക് തരുമ്പോൾ ആ വാക്കിന്റെ ഒന്നാമത്തതും രണ്ടാമത്തതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണോ, അങ്ങനെയാണെങ്കിൽ അത് ദ്വന്ദ്വൻ എന്നുള്ള സമാസമാണ്. പിന്നെ മറ്റൊന്ന് ബഹുവ്രീഹി, അതായത് മറ്റൊരാളെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന പേര്. ഇപ്പൊ ചെന്താമര കണ്ണൻ എന്ന് പറഞ്ഞാൽ ചെന്താമരയ്ക്കും കണ്ണനുമല്ല, ചെന്താമര പോലെയുള്ള കണ്ണുള്ള ആളെയാണ് ചെന്താമര കണ്ണൻ എന്ന് പറയുന്നത്. ഇപ്പൊ മീനാക്ഷി എന്ന് പറഞ്ഞാൽ മീനിന്റെ കണ്ണ് പോലുള്ളവളാണ് മീനാക്ഷി. അപ്പൊ അത് വേറൊരാളെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പൊ പൂർവ്വപദോ ഉത്തരപദോ അല്ല, മറ്റൊന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ആ അർത്ഥത്തിലാണ് ചെന്താമര കണ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സമാസങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ വന്ന ചോദ്യത്തിലേക്ക് വരാം. അവിടെ നോക്കൂ, കൂട്ടത്തിൽ പെടാത്ത പദം ഏത്. അപ്പൊ ഇഷ്ടാനിഷ്ടം, ജയപരാജയം, സ്നേഹവാത്സല്യം, പല്ലവപുടം. അവിടെ നോക്കൂ, ഇഷ്ടാനിഷ്ടം, ഇഷ്ടവും അനിഷ്ടവും. ജയപരാജയം, ജയവും പരാജയവും. സ്നേഹവാത്സല്യം, സ്നേഹവും വാത്സല്യവും. പല്ലവപുടം എന്ന് പറഞ്ഞാലോ, പല്ലവവും പുടവും എന്നല്ല, പല്ലവത്തിന്റെ പുടം എന്നാണ് അർത്ഥം വരിക. അപ്പൊ പല്ലവത്തിന്റെ കൂട്ടം, അപ്പൊ കൂട്ടത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പല്ലവങ്ങളുടെ കൂട്ടം, ഇതാണ് അതിൽ വരുന്ന ഭാഗം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തത് എന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തൽപുരുഷൻ, കർമ്മധാരയൻ, ദിഗു, അവ്യയീഭവൻ, ദ്വന്ദ്വൻ, ബഹുവ്രീഹി, ഇതൊക്കെ പേരുകൾ നമ്മൾ കാണാതെ പഠിച്ച് വല്ലാതെ കഷ്ടപ്പെടേണ്ടതില്ല. പക്ഷെ പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇതിന്റെ ഓരോന്നിനും പ്രത്യേകത എന്താ മനസ്സിലാക്കി 4 പദങ്ങൾ വരുമ്പോൾ ഇത് 3 ഒരു കൂട്ടമാണെന്നും മറ്റൊരു കൂട്ടമാണെന്നും മനസ്സിലാക്കുക എന്ന് മാത്രമാണ്. അപ്പൊ ചെന്താമര കണ്ണൻ എന്നോ മീനാക്ഷി എന്നോ അല്ലെ വിശാലാക്ഷി എന്നോ ഒക്കെ പേരുകൾ തന്നിട്ട് കൂടെ വേറൊരു മുക്കണ്ണൻ എന്നോ വേറൊന്നും കൂടെ തന്നു. അപ്പൊ ചെന്താമര കണ്ണൻ, മുക്കണ്ണൻ, മീനാക്ഷി, വിശാലാക്ഷി ഇത്രയും തരുമ്പം അവിടെ വ്യത്യസ്തമായി നിൽക്കുന്നത് മുക്കണ്ണൻ എന്നുള്ള, കാരണം 3 കണ്ണുള്ള എന്നാണ് അവിടെ അർത്ഥം. തിരിച്ച് ചെന്താമരക്കണ്ണൻ മറ്റൊരാളെ പറ്റിയാണ്, വിശാലാക്ഷി മറ്റൊരാളെ പറ്റിയാണ്, മീനാക്ഷി മറ്റൊരാളെ പറ്റിയാണ്. അപ്പൊ നമുക്ക് അത്തരത്തിൽ ഈ വാക്കുകളെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ആ വ്യാകരണ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഭാഷയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ അവസാന ഭാഗത്തൊന്ന് കുറിച്ച് വെച്ചാൽ മതി. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഏതെങ്കിലും സംശയ നിവാരണം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ചെയ്യാം. അപ്പൊ ഈ പറയുമ്പോൾ ഏതെങ്കിലും ഭാഗം വ്യക്തമായിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഒന്നും കൂടെ ഏതെങ്കിലും ഭാഗം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ മൈക്ക് ഓൺ ചെയ്ത് ആ സമയത്ത് എന്നോട് ചോദിക്കാം, ഒന്നും കൂടെ പറഞ്ഞു തരണം. അപ്പൊ ഞാൻ വിശദീകരിച്ച് പറയാം. നോക്കൂ, അടുത്തൊരു ചോദ്യം നമുക്ക് സാധാരണ വരാം, പദങ്ങളുടെ അർത്ഥം നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ ഒരേ അർത്ഥം വരുന്ന പദക്കൂട്ടം ഏത്, ഇതാണ് നമ്മൾ ചോദിച്ചത്. ഒരേ അർത്ഥം വരുന്ന പദങ്ങളുടെ കൂട്ടം ഈ തന്ന 4 ഏതാണ്. ഇത് അറിയണമെങ്കിൽ പരമാവധി വാക്കുകളും അവയുടെ അർത്ഥവും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. തടിനി, വാഹിനി 6, മലർ, സുമം, ദളം, ഏണം, ഹരിണം, മയൂരം, ചിത്തം, മനസ്സ്, ശിരസ്. ഇതിൽ ഒരേ അർത്ഥം വരുന്ന വാക്കുകളുടെ കൂട്ടം ഏതാണ്. ഏത് ഒരേ അർത്ഥം വരുന്ന വാക്കുകളുടെ കൂട്ടം? എ, ബി, സി, ഡി. ഈ വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചാണ്, ഫസ്റ്റിലും പഠിച്ചിട്ടുണ്ട്, സെക്കൻഡിലും പഠിച്ചിട്ടുണ്ട്. എ ആണ് ഒരേ അർത്ഥം വരുന്നത്. തടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? പുഴയാണ്. വാഹിനി പുഴയാണ്, ആറും പുഴയാണ്. ബി, മലർ പൂവാണ്, സുമം പൂവാണ്, ദളം എന്ന് പറഞ്ഞാൽ ഇതളുകളാണ്. ചിത്തം മനസ്സ്, 2 മനസ്സാണ്, ശിരസ് എന്ന് പറഞ്ഞാൽ തലയാണ്. ഏണം, ഹരിണം, മയൂരം. ഏണം എന്ന് പറഞ്ഞാലും ഹരിണം എന്ന് പറഞ്ഞാലും മാനാണ്, മയൂരം എന്ന് പറഞ്ഞാൽ മയിലാണ്.
അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ. ഇവിടെ ഞാൻ ചില വാക്കുകളുണ്ട്, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ നോക്കുക. ഇത് നമ്മളെ പാഠഭാഗത്ത് വരുന്ന പ്രധാന വാക്കുകളാണ്. ആ വാക്കുകളുടെ അർത്ഥം വരുന്ന വാക്കുകളാണ് ഈ കൊടുത്തതൊക്കെ. വനം, കാനനം, അരണ്യം, വിപിനം, പർവ്വതം, ഇങ്ങനെയുള്ള ഈ വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ച വാക്കുകളാണ്. ഗഗം, പറവ, വിഹകം ഒക്കെ പല തവണ നമ്മളെ പാഠഭാഗത്തിൽ പല ഭാഗങ്ങളായിട്ടും വരുന്നതാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് പര്യായ പദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തന്ന കൂട്ടം പോലെ കൂട്ടം തരും, എന്നിട്ടായിരിക്കും നമ്മളോട് ആ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ നമ്മളെ ഭാഷാവസ്തുതയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശൈലി എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിൽ നമ്മൾ ഒരുപാട് ശൈലികൾ പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ പാഠഭാഗത്ത് ഏതെങ്കിലും ഒരു സന്ദർഭം തരും, ഈ സന്ദർഭത്തിന് യോജിക്കുന്ന ശൈലി ഏത്, അങ്ങനെ തരാം. അല്ലെങ്കിൽ ഒരു ശൈലി തരും, അതിന്റെ അതേ അർത്ഥം വരുന്ന ശൈലി ഏത് വെച്ച് വേറെ ശൈലികൾ തരാം. അല്ലെങ്കിൽ ഈ തന്നതുപോലെ ഒരു ശൈലി തരും, അതിന്റെ അർത്ഥങ്ങൾ തരും. എന്താണ് ഈ അർത്ഥമാക്കുന്നത്? അപ്പൊ ഉരുളക്കുപ്പേരി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എ, നേർ വിപരീതം. ബി, രുചികരമായ ഭക്ഷണം. സി, തക്ക മറുപടി. ഡി, നിഷ്ഫല വസ്തു. ഏതാ ശരി? സി ആണ് ശരി. അപ്പൊ ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതല്ല. നമ്മൾ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞു, അല്ലെ അയാളുടെ മറുപടി ഉരുളക്കുപ്പേരി പോലെ ആയിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നേരിട്ട് ഒരു കാര്യത്തിന് ഒപ്പം തന്നെ മറുപടി പറയലാണ് ഉരുളക്കുപ്പേരി എന്ന ശൈലി. അപ്പൊ അത്തരത്തിലുള്ള ചില ശൈലികൾ നമ്മൾ പഠിച്ചു വെക്കണം. നോക്കൂ, ആദ്യാവസാനം ഒരു ശൈലിയാണ്. ആദ്യാവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ സമയം എന്നുള്ള അർത്ഥമാണ്. ആദ്യം അവസാനം എന്നുള്ളതല്ല, മുഴുവൻ സമയവും. അകം തുറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സിലെ മുഴുവൻ പറയുന്നതിനാണ് അകം തുറക്കുക പറയാം. അജഗജാന്തരം, അപ്പൊ വളരെയധികം വ്യത്യാസമായ സാധനങ്ങൾ. അജ എന്ന് പറഞ്ഞ ആടാണ്, ഗജം എന്ന് പറഞ്ഞ ആനയാണ്. അപ്പൊ അജഗജാന്തരം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമുള്ള കാര്യങ്ങളെ പറ്റി പറയാനാണ് ഉപയോഗിക്കാം. ഇത്തിൽ കണ്ണി, അത് നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്. ഇത്തിൽ കണ്ണി മറ്റൊരു സസ്യത്തിന്റെ മുകളിൽ ജീവിച്ച് പാരസൈറ്റ്, പരാതങ്ങളാണത്. അപ്പൊ മറ്റൊരാളെ മേൽ പറ്റിക്കൂടി, അല്ലെ മറ്റൊരുത്തിനെ ആശ്രയിച്ച്, അല്ലെ മറ്റൊരുത്തിനെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെയാണ് നമ്മൾ ഇത്തിൽ കണ്ണി എന്ന് പറയാം. എണ്ണിച്ചുട്ട അപ്പം, അപ്പൊ വളരെ കൃത്യമായി നമ്മളെ കയ്യിലുള്ളൂ, ഒരുപാട് എണ്ണം കൂടുതലില്ല. അപ്പൊ ഏറ്റവും കൃത്യമായി ചെലവാക്കാനുള്ള സാധനങ്ങളെ കയ്യിലുള്ളെങ്കിലാണ് എണ്ണിച്ചുട്ട അപ്പം എന്ന് പറയാം. ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറഞ്ഞാല് ഉറച്ച തീരുമാനമാണ്, ദൃഢനിശ്ചയം. അതായത് ഉറച്ച് ഞാൻ അത് ചെയ്തിരിക്കും എന്ന് തീരുമാനിക്കലാണ് ഭീഷ്മ പ്രതിജ്ഞ പറയുന്നത്. വനരോധനം എന്ന് പറഞ്ഞാൽ വനത്തിന്റെ രോദന കരച്ചില. അപ്പൊ വനത്തിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വനത്തിന്റെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല. അപ്പൊ വനരോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നത് നിഷ്ഫലമായി പോവാം, ആരും ശ്രദ്ധിക്കാതെ പോവാം. അപ്പൊ നിഷ്ഫലമായ അവസ്ഥയാണ് വനരോധനം എന്ന് പറയുന്നത്. ഉണ്ട ചോറിൽ കല്ലിടുക, അപ്പൊ അവിടെ നമ്മൾ നന്ദികേട് കെട്ടുക, നമുക്ക് തന്നെ ഉള്ളതിൽ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു, അതാണ് ഉണ്ട ചോറിൽ കല്ലിടുക. ഉർവശി ശാപം ഉപകാരം, ഒരു ദോഷമാണ്, പക്ഷെ ആ ദോഷം നമുക്ക് നന്നായി വന്നു, അതാണ് ഉർവശി ശാപം ഉപകാരം. ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒരു കാര്യം വിചാരിക്കുന്നു, രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഓലപ്പാമ്പ്, അതായത് ഇല്ലാത്തൊരു കാര്യം കാണിച്ച് ആളെ പേടിപ്പിക്കാം. ഓല കൊണ്ടുള്ള പാമ്പ് കാണുമ്പോൾ ആളെ പെട്ടെന്നൊന്ന് പേടിക്കും, യഥാർത്ഥത്തിൽ അത് പാമ്പല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിനെ കാണിച്ചുകൊണ്ട് മറ്റൊരാളെ പറ്റി പറയുന്നതാണ് ഓലപ്പാമ്പ് എന്ന് പറയുന്നത്. കീരിയും പാമ്പും വളരെ ശത്രുക്കളായ ആളുകള്. ചെണ്ട പൊട്ടിക്കാരൻ ഒരാളെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുകയൊക്കെ. ദീപാവലി കുളിക്കുക, മുഴുവനായിട്ടും നശിച്ചു പോകില്ല. സുഗ്രീവാജ്ഞ, കഠിനമായ ആജ്ഞയ്ക്കാണ് സുഗ്രീവാജ്ഞ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കുള്ള ശൈലികളാണ്. ഇത്തരത്തില് പല ശൈലികളും നമ്മുടെ പാഠഭാഗങ്ങളിലുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ആ ടെക്സ്റ്റിന്റെ അവസാനം ഓരോ പാഠഭാഗം കഴിഞ്ഞാലും പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ആ പ്രവർത്തനങ്ങൾ പലപ്പോഴും ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് കാണാം. അപ്പൊ അത്തരത്തെ ശൈലിയിൽ നിന്നാണ് ഈ ശൈലികളൊക്കെ എടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഞങ്ങൾക്ക് ഈ ഭാഷാ വസ്തുതയില് ഗ്രാമറുമായി ബന്ധപ്പെട്ട് വരും. അടുത്ത നോക്കൂ, തന്നിരിക്കുന്ന ക്രിയകളിൽ വേറിട്ട് നിൽക്കുന്നത് ഏത്? ഇതും ഇടയ്ക്കൊക്കെ നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഉറക്കുക, ഓടിക്കുക, ആടിക്കുക, ചിരിക്കുക. എ, ബി, സി, ഡി. ഏതാ ഉത്തരം? എ. പിന്നെ ഉത്തരം ഉണ്ടാവും. ഡി, നാലാമത്തത്. എന്താ ഡി? അപ്പൊ നോക്ക, ഉറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് നമ്മളെ ഉറക്കുക ചെയ്യും. ഡി, നാലാമത്തത്. ഡി, ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓടിയുള്ള വേറൊരാള് നമ്മൾ ചെയ്യിപ്പിക്കാം. ആടിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരാൾ ചെയ്യിപ്പിക്കുക. ചിരിക്കുക എന്ന് പറഞ്ഞാലോ നമ്മൾ സ്വയം ചെയ്യുന്നതാണ്. അപ്പൊ സ്വയം ചെയ്യുന്ന പ്രവൃത്തിയാണ് ചിരിക്കുക. മറ്റത് മൂന്ന് എന്താണ്? ഒരു പരപ്രേരണയോട് കൂടി ചെയ്യുന്ന കർമ്മ.
അപ്പൊ വേറൊരാളെ പ്രേരണ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉറങ്ങുന്നതും ഓടുന്നതും ആടുന്നതും ഒക്കെ. അപ്പൊ ഉറക്കുക, ഓടിക്കുക, ആടിക്കുക മറ്റൊരാൾ ചെയ്യുന്നതാ. ചിരിക്കുക എന്നുള്ളതോ നമ്മൾ സ്വയം ചെയ്യുന്നതാ. അപ്പൊ ക്രിയകൾ ഇങ്ങനെ രണ്ട് തരത്തിൽ നമ്മൾ പറയും. ഒന്ന് കേവല ക്രിയയും മറ്റത് പ്രയോജക ക്രിയയും. അപ്പൊ കേവല ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളെ പ്രേരണയോടെ നടത്തുന്നതല്ല, സ്വയം ചെയ്യുന്ന ക്രിയയാണ്. അപ്പൊ സ്വയം ചെയ്യുന്ന ക്രിയകളെയാണ് നമ്മൾ കേവല ക്രിയ എന്ന് പറയും. പഠിക്കുന്നു, നടക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, ഓടുന്നു, വളരുന്നു, ചാടുന്നു, സംസാരിക്കുന്നു, ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു. ഇതൊക്കെ എന്താണ്? നമ്മൾ സ്വയം ചെയ്യുന്നതാ. തിന്നുന്നു, അതൊക്കെ സ്വയം ചെയ്യുന്നതാ. ഇതൊക്കെ കേവല ക്രിയകളാണ്. എന്നാൽ മറ്റൊരാളെ പ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയകളാണെങ്കിലോ, പഠിക്കുന്നു എന്നാവില്ല പഠിപ്പിക്കുന്നു, നടക്കുന്നു എന്നാവില്ല നടത്തുന്നു, കിടക്കുന്നു എന്നല്ല കിടത്തുന്നു, ഉറങ്ങുന്നു എന്നവർ ഉറക്കുന്നു, ഓടുന്നതിനെ ഓടിക്കുന്നു, വളരുന്നതിനെ വളർത്തുന്നു, ചാടുന്നതിനെ ചാടിക്കുന്നു, ചിരിക്കുന്നു എന്നവരെ ചിരിപ്പിക്കുന്നു, തിന്നുന്നു എന്നവരെ തീറ്റുന്നു. ഇതൊക്കെ കുടിക്കുന്നു എന്ന് വെച്ചാൽ കുടിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ്? മറ്റൊരാൾ ചെയ്തു തരുന്ന ക്രിയയാണ്. അപ്പൊ ക്രിയകൾ നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ തിരിക്കാം: കേവല ക്രിയയും പ്രയോജക ക്രിയയും. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ വാക്കുകളൊക്കെ വായിച്ചു നോക്കൂ. പഠിക്കുന്നു, നടക്കുന്നു, കിടക്കുന്നു ഒക്കെ വായിച്ചു നോക്കൂ. ഇതൊക്കെ എന്താണ്? നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രയോജക ക്രിയ ആകുമ്പോഴോ മറ്റൊരാൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പഠിപ്പിക്കുന്നു, നടത്തുന്നു, കിടത്തുന്നു, ഉറക്കുന്നു ഒക്കെ. അപ്പൊ കേവല ക്രിയയും പ്രയോജക ക്രിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ പല തവണ ചോദിച്ച ഒന്നാണ്. അപ്പൊ അവിടെ രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ കേവല ക്രിയകൾ തന്നിട്ട് ഒരെണ്ണം പ്രയോജക ക്രിയവും ഗ്രൂപ്പിൽ പെടാത്ത ചോദിക്കും. അല്ലെങ്കിൽ പ്രയോജക ക്രിയകൾ മൂന്നെണ്ണം തന്ന് ഒരെണ്ണം കേവല ക്രിയവും ഗ്രൂപ്പിൽ പെടാത്ത ചോദിക്കും. ഈ രണ്ട് രീതിയിലും ചോദ്യങ്ങൾ കേവല ക്രിയയും പ്രയോജക ക്രിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യത ഉള്ളതാണ്. ഇതുമായി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നോക്കൂ, അടുത്തത് ഇത് മിക്ക സമയങ്ങളിലും ചോദിക്കുന്ന ചോദ്യം: തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? അപ്പൊ നമുക്ക് വാക്യത്തിൽ എവിടെയെങ്കിലും ചെറിയ തെറ്റുണ്ടാവും. അപ്പൊ ആ തെറ്റ് നോക്കിയിട്ട് ഏതാണ് ശരിയായ വാക്യം എന്ന് പറയണം. എ, അവരവരുടെ ജോലി അവരവർ വേണം ചെയ്യേണ്ടത്. ബി, ഏകാധിപതികളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. സി, ഏകദേശം 1,00,000-ഓളം പേർ പരീക്ഷ എഴുതുന്നു. ഉത്സവ ഫണ്ടിലേക്ക് താങ്കൾ 100 രൂപയെങ്കിലും സംഭാവന ചെയ്യണം. അപ്പൊ 4 വാക്യങ്ങളാണ് തന്നത്. ഈ വാക്യങ്ങളിൽ ഏതാണ് ശരിയായ വാക്യം? എ, ബി, സി, ഡി. പറയൂ. ഒന്ന് വേറെ. ഓക്കെ, പിന്നെ ബി. ശരി, ആദ്യത്തെ നോക്കൂ. അവരവരുടെ ജോലി അവരവർ വേണം ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പറയാ. അവരവരുടെ ജോലി അവരവർ തന്നെ ചെയ്യണം. അവരവരുടെ ജോലി അവരവരാണ് ചെയ്യേണ്ടത്. അവരവരുടെ ജോലി അവരവർ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് പറയാം. അവരവരുടെ ജോലി അവരവർ വേണം ചെയ്യേണ്ടത് എന്നല്ല പറയാം. അപ്പൊ വേണം എന്നുള്ളത് അവിടെ അല്ല. പകരം അവരവരുടെ ജോലി അവരവർ തന്നെ ചെയ്യണം. അല്ല, അവരവരുടെ ജോലി അവരവരാണ് ചെയ്യേണ്ടത്. അവരവരുടെ ജോലി അവരവർ ചെയ്യണം. അങ്ങനെ ആ രീതിയിലാണ് പറയുക. അപ്പൊ അതില് ചെറിയൊരു ഇതുണ്ട്. ഏകാധിപതികളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. അവിടെ തെറ്റുണ്ട്. എന്താ തെറ്റ്? തീർച്ചയായും കഴിഞ്ഞ് തന്നെ എന്ന് പറയുന്നത്. ഏകാധിപതികളെ തീർച്ചയായും എതിർക്കുക വേണം. അല്ലെ, ഏകാധിപതികളെ എതിർക്കുക തന്നെ വേണം. അപ്പൊ തീർച്ചയായും തന്നെ എന്നുള്ളതും ഒരേ അർത്ഥമാണ് വരുന്നത്. ഏകദേശം 1,00,000-ഓളം പേർ പരീക്ഷ എഴുതുന്നു. 1,00,000-ഓളം എന്ന് പറയുമ്പോൾ ഏകദേശം എന്നുള്ള അർത്ഥം അവിടെ ഉണ്ട്. ഏകദേശം എന്നും ഓളം എന്നും ഒന്നിച്ച് പറയണ്ട. ഏകദേശം 1,00,000 പേർ പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ 1,00,000-ഓളം പേർ പരീക്ഷ എഴുതുന്നു. ഏകദേശം 1,00,000-ഓളം എന്ന് പറയാൻ പാടില്ല. അതേപോലെ ഉത്സവ ഫണ്ടിലേക്ക് താങ്കൾ 100 രൂപയെങ്കിലും സംഭാവന ചെയ്യണം. അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഉത്സവ ഫണ്ടിലേക്ക് താങ്കൾ 100 രൂപയെങ്കിലും സംഭാവന ചെയ്യണം. ഇത് തന്നതിൽ ഏതാണ് ശരിയായ വാക്യം? ഡി, നാലാമത്താണ് ശരിയായ വാക്യം. അപ്പൊ അത്തരത്തിലുള്ള വാക്യങ്ങൾ വരും. ഉദാഹരണം നോക്കും, ഇവിടെ തന്നു നോക്കാം. 1, കുറഞ്ഞത് ഏകദേശം 10,000-ഓളം പേരെങ്കിലും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് കാണും. അപ്പൊ അവിടെ അത് കുറെ വാക്കുകൾ ഞാൻ ഒന്നിച്ചു കൂട്ടി എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ കുറഞ്ഞത് എന്നും ഏകദേശം എന്നും ഓളം എന്നും എങ്കിലും എന്നും കാണും എന്നുള്ളതിനൊക്കെ ഒരേ അർത്ഥമുള്ളത്. കുറഞ്ഞത് ഏകദേശം 10,000-ഓളം പേരെങ്കിലും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് കാണും. അപ്പൊ അതിൽ ഒരേ കാര്യം കുറെ പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. കുറഞ്ഞത് എന്നും ഏകദേശം എന്നുള്ളതിൽ ഏതെങ്കിലും ഒന്ന് മതി.
അല്ലെ ഓളം, എങ്കിലും, കാണും. ഈ 4 ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ ഈ വരിയിൽ വേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ കുറഞ്ഞത് എന്നും ഏകദേശം എന്നും, അല്ലെ കുറഞ്ഞത് എന്നും ഓളം എന്നും, അല്ലെ കുറഞ്ഞത് എങ്കിലും, കുറഞ്ഞത് കാണും, ഇതൊക്കെ ഒന്നിച്ചു വരികയാണെങ്കിൽ അത് തെറ്റാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ നോക്ക്, താഴത്തത് ഡി, ഉത്സവ ഫണ്ടിലേക്ക് കുറഞ്ഞത് താങ്കൾ 100 രൂപയെങ്കിലും സംഭാവന ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ തെറ്റാ. കാരണം കുറഞ്ഞത് എന്നും എങ്കിലും എന്നും ഒന്നിച്ച് പറയണ്ട. ഉത്സവ ഫണ്ടിലേക്ക് കുറഞ്ഞത് താങ്കൾ, ഇവിടെ കുറഞ്ഞതെന്നില്ല, പക്ഷെ ആ വരിയിൽ കുറഞ്ഞത് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഉത്സവ ഫണ്ടിലേക്ക് കുറഞ്ഞത് താങ്കൾ 100 രൂപയെങ്കിലും, അപ്പൊ കുറഞ്ഞത് എങ്കിലും എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഡിയിൽ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് ശരിയാണ്. പിന്നെ വാഹനാപകടത്തിൽ മരിച്ച അജ്ഞാതന് ഏകദേശം 40 വയസ്സോളം വരും. ഏകദേശം ഓളം വരും, 3 ഒരേ അർത്ഥമാണ്. അതിലേതെങ്കിലും ഒന്നേ ഉപയോഗിക്കേണ്ടതുള്ളൂ. കാണികൾ ഉറങ്ങിപ്പോകാൻ കാരണം നാടകം മുഷിപ്പനായത് കൊണ്ടാണ്. അപ്പൊ അവിടെ കാരണമെന്നും കൊണ്ടാണ് എന്നുള്ളതും ഒരേ അർത്ഥം. അപ്പൊ കാണികൾ ഉറങ്ങിപ്പോകാൻ കാരണം നാടകം മുഷിപ്പനായതാണ്, അല്ലെ കാണികൾ ഉറങ്ങിപ്പോയത് നാടകം മുഷിപ്പനായത് കൊണ്ടാണ്. അപ്പൊ കാരണമെന്നും കൊണ്ടാണെന്നും ഒരുമിച്ച് പറയേണ്ടതില്ല, ഏതെങ്കിലും ഒന്നേ പറയേണ്ടതുള്ളൂ. അതേപോലെ ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. അപ്പൊ തീർച്ചയായും തന്നെ, ഇതിലേതെങ്കിലും ഒന്നേ ആവശ്യമുള്ളൂ, രണ്ടും വേണ്ട. യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എത്തിയത്. അപ്പൊ കഴിഞ്ഞതിന് ശേഷം, രണ്ടിനും ഒരേ അർത്ഥമാണ്. അപ്പൊ യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാണ് മന്ത്രി എത്തിയത്, അല്ലെ 1 മണിക്കൂറിന് ശേഷമാണ് മന്ത്രി എത്തിയത്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞതിനെന്നും ശേഷം എന്നുള്ളതിനും ഒരേ അർത്ഥമാണ്. ക്ഷേത്ര നിർമ്മാണത്തിന് താങ്കൾ കുറഞ്ഞത് 10,000 രൂപയെങ്കിലും സംഭാവന നൽകണം. അവിടെ കുറഞ്ഞത് എന്നും എങ്കിലും എന്നും ഒരേ അർത്ഥമാണ്. അതിൽ ഒന്നേ ആവശ്യമുള്ളൂ. ഞാൻ സാധാരണ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുകയാണ് പതിവ്. ഇവിടെ എന്താ, സാധാരണ എന്നും പതിവ് എന്നും ഒരേ അർത്ഥമാണ്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഓരോ വാക്യങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് തെറ്റിതിരുത്തണം. ഓരോ കഴിഞ്ഞാൽ പിന്നെ വാക്യങ്ങളും എന്ന് പറയാൻ പാടില്ല, വാക്യവും എന്നേ പറയാൻ പാടുള്ളൂ. ഓരോ കഴിഞ്ഞാൽ ഏകവചനേ പാടുള്ളൂ. ഓരോ പൂക്കളും എന്ന് പറയില്ല, ഓരോ പൂവും. ഓരോ ആളും, ഓരോ ആൾക്കാരെന്ന് പറയാൻ പാടില്ല. ഓരോ പുസ്തകങ്ങൾ എന്ന് പറയാൻ പാടില്ല, ഓരോ പുസ്തകവും. അപ്പൊ ഓരോ കഴിഞ്ഞാൽ എപ്പോഴും ഏകവചനേ പാടുള്ളൂ, ബഹുവചനം പാടില്ല. അപേക്ഷകൾ അവരവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതണം. അപ്പൊ എന്താ പ്രശ്നം, അവരവരുടെ എന്നും സ്വന്തം എന്നും ഒരുമിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ അവരവരുടെ അല്ലെങ്കിൽ സ്വന്തം, ഏതെങ്കിലും ഒന്ന് മതി. ഇടപ്പള്ളിയുടെ ജീവിതാന്ത്യം ആത്മഹത്യയിൽ അവസാനിച്ചു. അവിടെ എന്താണ്, ഇടപ്പള്ളിയുടെ ജീവിതാന്ത്യം ആത്മഹത്യയിലായിരുന്നു, അല്ലെങ്കിൽ ഇടപ്പള്ളിയുടെ ജീവിതം ആത്മഹത്യയിൽ അവസാനിച്ചു. അന്ത്യം, അവസാനം, രണ്ടും കൂടെ ഒരുമിച്ച് ആവശ്യമില്ല. ഓരോ പഠിതാവിനും 10 പുസ്തകം വീതം സൗജന്യമായി വിതരണം ചെയ്തു. ഓരോ കഴിഞ്ഞ പിന്നെ വീതം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓരോ പഠിതാവിനും 10 പുസ്തകം വിതരണം ചെയ്തു, അല്ലെ പഠിതാക്കൾക്ക് 10 പുസ്തകം വീതം വിതരണം ചെയ്തു. അപ്പൊ ഓരോ കഴിഞ്ഞ പിന്നെ വീതം വേണ്ട. അദ്ദേഹം ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കുടിക്കും. അപ്പൊ ചായയോ കാപ്പിയോ, പിന്നെ അവിടെ അല്ലെങ്കിൽ ആവശ്യമില്ല. അദ്ദേഹം ചായയോ കാപ്പിയോ കുടിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കും. ഗത്യന്തരമില്ലാതായാൽ സ്വയം ആത്മഹത്യ ചെയ്തു. നമ്മൾ എപ്പോഴും പറയുന്നതാണ് സ്വയം ആത്മഹത്യ പറയേണ്ടതില്ല, ആത്മഹത്യ മതി. ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളിൽ ഒന്നാണ് ജലം. അവിടെ വളരെ ആവശ്യമില്ല, അത്യന്താപേക്ഷിതം എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമുള്ളത്, 2 വളരെ വരും. അപ്പൊ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളിൽ ഒന്നാണ് ജലം, അതായത് വളരെ ആവശ്യമുള്ള ഘടകങ്ങളിൽ ഒന്നാണ് ജലം, ഏതെങ്കിലും ഒന്ന് മതി. സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൗൺസിലും ചേർന്ന് സംയുക്തമായി നടക്കുന്ന കായിക മത്സരമാണിത്. അവിടെ ചേർന്ന് എന്നും സംയുക്തമായി എന്നും പറയേണ്ട ആവശ്യമില്ല. സംയുക്തം എന്ന് പറഞ്ഞാൽ ചേർന്നതാണ്. സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൗൺസിലും ചേർന്ന് നടത്തുന്ന മത്സരമാണ്, അല്ലെ സംയുക്തമായി നടത്തുന്ന മത്സരമാണ്, ഏതെങ്കിലും ഒന്ന് മതി. ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ സെന്റൻസ് തന്ന് തെറ്റിദ്ധരുത്താനുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നോക്കൂ, തന്നിരിക്കുന്നവയിൽ ചോദ്യചിഹ്നം ഏതാണ്? എ പൂർണ്ണവിരാമം, ബി കാഗു, സി ഭിത്തിക, ഡി വലയം. ഏതാ ശരി? ബി. ബി കാഗു ആണ് ചോദ്യചിഹ്നം എന്ന് പറയുന്നത്. ഇത് നമ്മളെ പങ്ക്ച്വേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട്. നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 10 ചിഹ്നങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചിഹ്നത്തിൽ ഒരു ഉദ്ധരണി എന്നാണ്. നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പറയുന്ന കാര്യത്തെ എടുത്തു പറയുന്നതാണ് ഉദ്ധരണി എന്ന് പറയുന്നത്. പിന്നത്തെ രണ്ടാമത്താണ്, നമുക്ക് എപ്പോഴെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ബ്രാക്കറ്റിലിട്ട് പറയും, ബ്രാക്കറ്റിനാണ് വലയം എന്ന് പറയുന്നത്. പിന്നെ ബ്രാക്കറ്റിനെ, വലിയ ബ്രാക്കറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, 2 ബ്രാക്കറ്റുകളുടെ ബ്രാക്കറ്റിന്റെ അപ്പുറത്ത് വീണ്ടും വലിയ വരട്ട ബ്രാക്കറ്റുകൾ വരും,
അതിനെ കോഷ്ടം എന്ന് പറയും. രണ്ട് കുത്തുകൾ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാളെ പറയുമ്പോൾ അല്ലെങ്കിൽ ഉദാഹരണം എന്ന് രണ്ട് കുത്തുകളില്ലേ, ഇതിനാണ് ഉദാഹരണം എഴുതുക ചിലപ്പം. അങ്ങനെ രണ്ട് കുത്തുകൾക്കാണ് ഭിത്തിക എന്ന് പറയും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളൊരു വരട്ടിട്ട് അതിനെ വിശദീകരിക്കും. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു, സമാസ അല്ലെങ്കിൽ ദ്വന്ദ്വൻ, ഒരു വരട്ടിട്ട് ദ്വന്ദ്വൻ എന്താന്ന് പറയുന്നു, അപ്പൊ ആ വരയ്ക്കാണ് രേഖ എന്ന് പറയും. വിക്ഷേപണി ആശ്ചര്യമാണ്, അത്ഭുതം, ആശ്ചര്യ, കയ്യോ, എന്ത് എന്നൊക്കെ വിക്ഷേപണി ഉപയോഗിക്കും. അപ്പൊ ആശ്ചര്യചിഹ്നത്തിന്റെ പേരാണ് വിക്ഷേപിണി. പിന്നെ കുത്ത്, ഫുൾ സ്റ്റോപ്പ്, അതിന്റെ പേരാണ് പൂർണ്ണ വിരാമം എന്ന് പറയുന്നത്. പിന്നെ സെമിക്കോളൻ, അതാണ് രോധിനി, ഒരു കുത്തും ഒരു കോമയും, രോധിനി എന്ന് പറയുന്നത്. ഒരു കോമ മാത്രമാണെങ്കിൽ അങ്കുശം, ചോദ്യചിഹ്നത്തിലാണ് കാവു. ഇതൊക്കെ നമ്മളെ പ്രധാനപ്പെട്ട ഭാഷയിലെ ചിഹ്നങ്ങളാണ്. ഈ ചിഹ്നങ്ങളുടെ പേരുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ശ്രദ്ധിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. പദച്ചേർച്ച പരിഗണിക്കുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏത്? രണ്ട് പദങ്ങൾ കൂടിച്ചേരുമ്പോൾ ഏതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്? എ പനയോല, ബി തിരുവോണം, സി വഴിയമ്പലം, ഡി ഒരില. ഏതാണ് ഇതിൽ പെടാത്തത്? ഓക്കെ, പനയോല അതെ. അതെ, സി. ഓക്കെ, വേറെ ഉത്തരം? ഉത്തരം ഡി ആണ്. നാലാമത്തെ ഉത്തരം ഡി. അപ്പൊ നമുക്ക് വേണ്ടത് വരാം. എന്തുകൊണ്ട് നാലാമത്തെ നമുക്ക് നോക്കാം. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ചോദ്യത്തിൽ തിരിച്ചു വരാം. നോക്കൂ, നമ്മൾ പദങ്ങൾ കൂടി ചേരുമ്പോൾ ഉള്ളതിനാണ് നമ്മൾ എന്ത് പേര് പറയാം? സന്ധി എന്ന് പറയും. എന്താ പേര് പറയല്? സന്ധി. ഇപ്പൊ സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്ന് ലോപിക്കാതെ ഇല്ലാതാവുന്ന അർത്ഥം. ഇപ്പൊ രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ ഏതെങ്കിലും ഒരു വർണ്ണം, ഒരു ശബ്ദം, ഒരക്ഷരം ഇല്ലാതാവുന്ന സന്ധിയാണ് ലോപസന്ധി. ഇപ്പൊ കൊടുത്തു ഇല്ല എന്നുള്ള ഒന്നിച്ച് എന്താ പറയാ? കൊടുത്തില്ല എന്നാണ്. അപ്പൊ കൊടുത്തു എന്നുള്ളൊരു ഊ ഉണ്ട്, ഇല്ല എന്നുള്ളതിൽ ഈ ഉണ്ട്. അപ്പൊ കൊടുത്തില്ല എന്ന് പറയുമ്പോഴോ ഈ അവിടെ തന്നെ ഉണ്ട്, ഈ പോയിട്ടില്ല, പക്ഷെ ഊ പോയി. കൊടുത്തു ഇല്ല, അതെന്തായി? കൊടുത്തില്ല. അപ്പൊ അവിടെ ഊ എന്നുള്ള ശബ്ദം അവിടുന്ന് പോയി, ലോപിച്ചു. അപ്പൊ അത് ലോപസന്ധ്യ. വരിക എടോ, അപ്പൊ വരിക എന്നുള്ളൊരു ആ ഉണ്ട്, വരിക എടോ. അപ്പൊ വരിക എടോ എന്ന് പറയുമ്പോൾ എന്താവും? വരിക എടോ എന്നാവും. അപ്പൊ അവിടെ എന്തായി? ആ ഇല്ലാതായി പോയി. ക എന്നുള്ളതിൽ ആ ഉണ്ട്, പിന്നെ എടോ എന്നുള്ളതിൽ എ ഉണ്ട്. അപ്പൊ വരികടോ എന്നുള്ളതിൽ എ അവിടെ തന്നെ ഉണ്ട്. പോയത് എന്താ? വരിക എന്നുള്ളതിലെ ആ പോയി. വരിക എടോ, വരികെടോ എന്നാണ് വരിക. അപ്പൊ അവിടെ വരിക എന്നുള്ളതിലെ ആ ആണ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോണത്. തണുപ്പ് ഉണ്ട്, നമ്മളെന്ത് പറയും? തണുപ്പുണ്ട്. അപ്പൊ തണുപ്പുണ്ട് എന്നുള്ളതിൽ ഊ ഉണ്ട്, ബാക്കിയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയത് എന്താണ്? തണുപ്പ് എന്നുള്ളൊരു ഇ ഉണ്ട്, സമൃദ്ധോകാരം എന്നാണ് പറയാം, ഇ. അപ്പൊ തണുപ്പ് ഉണ്ട്, അവിടെ ഇ എന്നുള്ളൊരു അക്ഷരം ഉണ്ട്. അപ്പൊ ഇ എന്നുള്ള അക്ഷരമാണ് അവിടെ ഇല്ലാതായി പോണത്. അവിടാണ് എന്ത്? തണുപ്പ് ഉണ്ട്, അവിടെ എന്തായി മാറി? തണുപ്പുണ്ട്, അവിടെ ഇ ലോപിക്കുക. കാറ്റ് അടിക്കുന്നു, അത് കാറ്റടിക്കുന്നു, അവിടെ എന്താണത്? ഇ എന്നുള്ളതാണ് ലോപിക്കുന്നത്. കാറ്റ് എന്നുള്ളത് ഇ പോവും. അടിക്കുന്നു എന്നുള്ള ആ ഒക്കെ അവിടെ തന്നെ ഉണ്ട്, കാറ്റടിക്കുന്നു. അപ്പൊ ആ കാറ്റടിക്കുന്നുള്ളതിലുണ്ട്, അവിടെ ലോപിക്കുന്നത് ഇ എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കണം. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് അക്ഷരം വരികയാണോ, പോവുകയാണോ, ഇല്ലാതാവുകയാണോ ഒക്കെ മനസ്സിലാക്കാം. ഇങ്ങനത്തെ സന്ധികളുടെ പേരാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് വാക്കുകൾ കൂടിച്ചേരുമ്പോൾ ഏതെങ്കിലും വർണ്ണം ഇല്ലാതാവുന്നതാണ് ലോപസന്ധി. ഇല്ലാതാവുന്ന പറഞ്ഞാൽ ഒരു അക്ഷരം പൂർണ്ണമായിട്ട് ഇല്ലാതെക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ആ അക്ഷരത്തിന്റെ അവസാനമുള്ള ആ അല്ലെ ഈ ഉ ഇതൊക്കെ ചിലപ്പോൾ ലോപിക്കുണ്ടാവാം. അപ്പൊ ഏതാണ് ലോപിക്കുക എന്നുള്ളത് നിങ്ങളത് നോക്കി ശ്രദ്ധിച്ച് നോക്കി കണ്ടെത്തണം. ഈ സന്ധികളാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ സമാസത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എന്ത് ചെയ്യില്ല, ഏതാണ് ലോപസന്ധി എന്ന പേരാവിലെ ചോദിക്കുക. നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുക. പക്ഷെ അത് നിങ്ങൾക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ വേറൊരു സന്ധിയാണ് ആഗമസന്ധി. അപ്പം പേര് തന്നെ ഓർമ്മിക്കുക, ആഗമിക്കുക എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. അപ്പൊ ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പം ഒരു അക്ഷരം പുതിയതായിട്ട് വരിക, അതിനാണ് ആഗമസന്ധി എന്ന് പറയാം. അപ്പൊ തിരു അനന്തപുരം, അപ്പൊ അതെന്തായി മാറും കൂട്ടിച്ചേരുമ്പം? തിരുവനന്തപുരം. അവിടെ നമ്മൾ നോക്കൂ, അവിടെ തിരു അവിടെ ഉണ്ട്, ഊ അവിടെ തന്നെ ഉണ്ട്. അനന്തപുരം അവിടെ ആ അവിടെ തന്നെ ഉണ്ട്, വാ എന്നുള്ളതിന്റെ അപ്പുറത്ത് ആ ഉണ്ടല്ലോ. അപ്പൊ തിരുവനന്തപുരം എന്നുള്ളതിൽ ആ ഒക്കെ ഉണ്ട്. അവിടെ എന്തായി? വാ എന്നുള്ളത് പുതിയതായിട്ട് വന്നു, തിരുവനന്തപുരം. അവിടെ വ് എന്നുള്ള അക്ഷരം പുതുതായിട്ട് വരികയാണ്, ആ അവിടെ നേരത്തെ തന്നെ ഉണ്ട്. അപ്പൊ തിരുവനന്തപുരം എന്നുള്ളതിൽ വ് എന്ന അക്ഷരം കൂടിച്ചേർന്നു.
ഓക്കെ. പന ഓല അവിടെ എന്താ വരുന്നത്? പനയോല. അപ്പൊ പന എന്നുള്ളതും കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാഷെ. ഓക്കെ, ഞാൻ ഇടയ്ക്കൊരു കോള് വന്നിട്ടേ ഡിസ്റ്റർബൻസ് ആയി പോയതാ. തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം അവിടെ വ വരികയാണ്. പന ഓല അവിടെ യ, പനയോല. അപ്പൊ പന അവിടെ ഉണ്ട്, ഓല അവിടെ ഉണ്ട്, യ എന്നുള്ള അക്ഷരം പുതിയതായിട്ട് വരുന്നു. വഴി ഓരം, വഴിയോരം. അപ്പൊ യ എന്ന അക്ഷരം അവിടെ പുതിയതായിട്ട് വരുന്നു. ആ ഇടം, അവിടം. അവിടെ വ എന്ന അക്ഷരം പുതിയതായിട്ട് വരുന്നു. അപ്പൊ രണ്ട് പദങ്ങൾ കൂടിച്ചേരുമ്പം ഏതെങ്കിലും പുതിയൊരക്ഷരം വരികയാണ് ചെയ്യുന്നത്. അവിടെ ഉള്ളതൊന്നും പോകുന്നില്ല, ഉള്ള അക്ഷരങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഒരക്ഷരം പുതിയതായിട്ട് വരിക ചെയ്യുന്നത്. ആദ്യത്തിൽ വാ വന്നു, പിന്നെ യാ വന്നു, വഴിയോരത്തിൽ യാ വന്നു, അവിടത്തിൽ വാ വന്നു. ഇങ്ങനെ ഒരു വർണ്ണം പുതിയതായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന പേര് പറയാം. ഇനി അടുത്ത് നോക്കൂ, ദിത്വസന്ധി. അത് പേര് കേൾക്കുമ്പോൾ അറിയാം, ദി എന്ന് പറഞ്ഞാൽ രണ്ടാണ്. അപ്പൊ ദിത്വസന്ധി പറഞ്ഞാൽ എന്താ? ഇരട്ടിക്കയാണ്. അപ്പൊ രണ്ടെണ്ണം കൂടിച്ചേരുമ്പം ഡബിൾ ആവുന്നതിനാണ് ദിത്വസന്ധി എന്ന് പറയാം. പച്ച കല്ല് എന്താവുന്നു? പച്ചക്കല്ല്. അവിടെ ക എന്നുള്ളത് കാമായി മാറി. കളിക്കൊട്ട, കളിക്കൊട്ട. തീ കനൽ, തീക്കനൽ. തല കെട്ട്, തലക്കെട്ട്. അപ്പൊ അവിടെയൊക്കെ ഒരക്ഷരം ഇരട്ടിക്കുക ചെയ്യാം. ഇത് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ പറയുന്നുണ്ട്. പച്ചത്തത്ത അല്ലെ താമരത്തോണി, അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്. ഈ വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പറയുന്ന സമയത്ത് ഒരു പദം ഒരക്ഷരം ഇരട്ടിയായി മാറുക ചെയ്യാം. അപ്പൊ ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പം ഒന്ന് ഇരട്ടിക്കുന്നതിനെ നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയും. പിന്നെ അതേപോലെ ആദേശസന്ധി. അപ്പൊ ആദേശം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് സന്ധികൾ ഒരുമിച്ച് ചേരണം. ലോപസന്ധിയും ആഗമസന്ധിയും ഒന്നിച്ചു വന്നാൽ ആദേശമായി. ലോപസന്ധി എന്താ? ഒരക്ഷരം പോവാണ്. ആഗമസന്ധിയോ? ഒരക്ഷരം വരികയാണ്. അപ്പൊ ആദേശം എന്തായിരിക്കും? ഒരക്ഷരം പോവുകയും പകരം വേറൊരക്ഷരം വരികയും ചെയ്യുന്നതാണ് ആദേശസന്ധി. ഉദാഹരണത്തിന് കണ്ണീർ, കണ്ണീർ എന്ന് ചേർത്ത് വരുമ്പോൾ എന്താവും? കണ്ണീർ എന്നാവും. അവിടെ നോക്കൂ, കൺ എന്നുള്ളതിൽ അവിടെ തന്നെ ഉണ്ട്. നീർ, നാ എന്നുള്ളതിന് പകരം വീണ്ടും ഒരു ണ ആയി മാറി. അപ്പോഴാണ് ണ ഇരട്ടിച്ച് വരുന്നത്. അപ്പൊ കൺ നീർ, അതിൽ നാ പോയി നാ വന്നതുകൊണ്ടാണ് അത് കണ്ണീർ എന്നായി മാറിയത്. അപ്പൊ അവിടെ ഒരു നാ വന്നു, നാ അതൊന്ന് പോയി. നെൽമണി, അത് ചേർത്ത് വരുമ്പോൾ എന്താ വരിക? നെന്മണി. അപ്പൊ നെൽമണി നെന്മണിയാണ്. അപ്പൊ നെല്ല് ലാ പോയി, പകരം ന വന്നു. അപ്പൊ ല് പോയി ന് വന്നു. അപ്പൊ നെൽമണി നെന്മണിയായി മാറി. വിൺതലം, അതാണ് വിണ്ടലം. അപ്പൊ ണ് തലം, താ എന്നുള്ളതിന് പകരം എന്തായി? ടാ വന്നു. അതുകൊണ്ട് ടാണ് ഉണ്ടാന്ന് പറയുന്നത്. അപ്പൊ വിൺതലം അതെന്തായി? വിണ്ടലം എന്നായി മാറി. ഇതേപോലെ കുറെ വാക്കുകളുണ്ട്. കൽമതിൽ, നമ്മൾ എന്ത് പറയും? കന്മതിൽ എന്ന് പറയും. കൽമതിൽ ചേർത്ത് പറയുമ്പോൾ കന്മതിൽ എന്നാണ് പറയുക. പൊൻതാരം, പൊൻതാരം ചേർത്ത് എന്താവും? പൊൽത്താരം. ല് ആണ് വരിക. അപ്പൊ ഇവിടെയൊക്കെ ഒരക്ഷരം പോയി ഒരക്ഷരം വന്നു, അത് ആദേശം. അപ്പൊ നമ്മൾ ഈ 4 സന്ധികൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നോക്കൂ, നേരത്തെ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വരും. പദച്ചേർച്ച പരിഗണിക്കുമ്പോൾ കൂട്ടത്തിൽ പെടാത്തതേര്? ഇത്തരം ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഇപ്പൊ പനയോല, അപ്പൊ അവിടെ ശ്രദ്ധിച്ചറിയാം, പന ഓല, അതാണ് പനയോല. അവിടെ എന്താ സംഭവിച്ചത്? യാ വരികയാണ് ചെയ്യണത്. തിരുവോണം, തിരു ഓണമാണ് തിരുവോണം, അവിടെ വാ വരിക ചെയ്യുന്നത്. വഴി അമ്പലം ചേർത്ത് വഴി അമ്പലം, യാ വന്നു. എയും ബിയും സിയും എന്താണ്? ആഗമസന്ധ്യ, ഒന്ന് വരിക ചെയ്യാം. ഡി എന്താ? ഒരു ഇല, അതാണ് ഒരു ഇല എന്ന് വരുന്നത്. അപ്പൊ ഒരു ഇല, ഒരു ഇല, അവിടെ ഒരു പോവുക ചെയ്യണം, അത് ലോപസന്ധ്യ. എയും ബിയും സിയും ആഗമമാണ്, ഡി ലോപമാണ്. അപ്പൊ ഡി ആണ് അതിൽ ഗ്രൂപ്പിൽ പെടാത്തത്. അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരിക. ലോപസന്ധി എന്ന് പറഞ്ഞാൽ ഒരക്ഷരം ഇല്ലാതാവുന്നതാണ് ലോപസന്ധി, അല്ലെ ഒരു വർണ്ണം. ആഗമസന്ധി എന്ന് പറയുമ്പോഴോ ഒരു ശബ്ദവും ഒരു വർണ്ണവും കൂടുതലായിട്ട് വരുന്നതാണ് ആഗമസന്ധി. ദ്വിത്വസന്ധി എന്ന് പറയുമ്പോഴോ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ആദേശസന്ധി എന്ന് പറയുന്നതോ ഒരു വർണ്ണം പോവുകയും ചെയ്യും, വേറൊന്ന് വരികയും ചെയ്യും, അതിനാണ് ആദേശസന്ധി എന്ന് പറയും. ഇത് 4 ഓർമ്മിച്ചു കഴിഞ്ഞാൽ അത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ ഉത്തരെഴുതാൻ പറ്റും. ഇനി നോക്കൂ, നമുക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം ഇത്തരത്തിലാണ്. തന്നതിൽ വ്യത്യസ്തമായത് ഏത്? എ ബി സി ഡി ചോദ്യങ്ങൾ, വാക്കുകൾ നോക്കുക. ഏതാണ് വ്യത്യസ്തമായ വാക്ക്? അനുയോജ്യം, അനുചിതം, അനീതി, അനർഹൻ. അങ്ങനെ 4 വാക്കുകളുണ്ട്.
ഇതിലേതാണ് വ്യത്യസ്തമായത്? ബി. ബി. വേറൊരാളെ ബി. ബി. ഡി. 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 ഓക്കെ ഡി. ഓക്കെ. ഡി. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഇതിലെ ഉത്തരം എ എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. അവിടെ നോക്ക്, ഇതെന്തുകൊണ്ടാണ് അത് വരുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ ചില വാക്കുകളോട് ആ ചേർക്കുമ്പോൾ അതിന്റെ വിപരീതം കിട്ടും. ഇപ്പൊ ഹിംസ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹിംസ എന്നുള്ളതിന്റെ വിപരീതം അഹിംസ എന്നാണ്. അപ്പൊ ആ ചേർക്കുമ്പോൾ എന്താവും? വിപരീത ശബ്ദം വരും. അപ്പൊ ചിലതൊക്കെ എല്ലാ വാക്കും അങ്ങനെ ആ ചേർക്കുമ്പോൾ വിപരീതം വരുന്നതല്ല, പക്ഷെ ചിലത് വിപരീതമായിട്ട് വരും. ഉദാഹരണത്തിന് ബി നോക്കുക, അനുചിതം. അവിടെ ഉചിതം എന്നുള്ളതിന്റെ വിപരീതമാണ് അനുചിതം. അപ്പൊ ഉചിതം എന്ന് പറഞ്ഞാൽ ശരിയായത്, നല്ലത്, യോജിച്ചത്. അതിന്റെ വിപരീതമാണ് ഏത്? അനുചിതം. അനീതി, നീതി എന്നുള്ളതിന്റെ വിപരീതം. അപ്പൊ നീതിന്റെ വിപരീതമാണ് അനീതി എന്ന് പറയുന്നത്. അനർഹൻ, അർഹൻ, അർഹനായ ആള്. അർഹൻ എന്നുള്ളതിന്റെ വിപരീതമാണ് ഏത്? അനർഹൻ. അപ്പൊ ഉചിതം എന്നുള്ളതിന്റെ വിപരീതമാണ് അനുചിതം, നീതി എന്നുള്ളതിന്റെ വിപരീതമാണ് അനീതി, അർഹൻ എന്നുള്ളതിന്റെ വിപരീതമാണ് അനർഹൻ. എന്നാൽ യോജ്യം എന്നുള്ളതിന്റെ വിപരീതമല്ല ഏത്? അനുയോജ്യം. യോജ്യമെന്നും അനുയോജ്യമെന്നും ഒക്കെ ഒരേ അർത്ഥമുള്ള വാക്കുകൾ. അപ്പൊ ആ ചേർക്കുമ്പം വിപരീതം വരാത്ത വാക്കാണ് അനുയോജ്യം. അത് ആ ചേർത്തൊരു വിപരീത ശബ്ദമല്ല. തിരിച്ച് ബിയും സിയും ഡിയും ആ ചേർത്തത് കൊണ്ട് വിപരീതം വന്ന വാക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് ബിയും സിയും ഡിയും ഒരു ഗ്രൂപ്പാണ്, എ ആണ് അതിൽ ഗ്രൂപ്പിൽ പെടാത്തത്. അനുയോജ്യം എന്നുള്ളത് വേറൊരു വാക്കിന്റെ വിപരീതമല്ല. എന്നാൽ അനുചിതം, അനീതി, അനർഹനൊക്കെ ആ ചേരുമ്പോൾ വിപരീത അർത്ഥം കിട്ടിയ വാക്കുകളാണ്. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഇത്തരം ചോദ്യങ്ങൾക്ക് സാധ്യത നമുക്ക് വളരെ കൂടുതലാണ്, ആ ചേരുമ്പം വിപരീത ശബ്ദം വരുന്നത്. ഇനി അതേപോലെ നോക്കൂ, വേറൊന്ന് വ്യത്യസ്തമായത് ഏത്? ഇതേ ചോദ്യം തന്നെ പോലുള്ള വാക്ക് 4 നോക്കാം. എ ബി സി ഡി നോക്കാം. എ സസ്നേഹം, ബി സാദരം, സി സഹർഷം, ഡി സമൂഹം. സ്ക്രീൻ കാണുന്നില്ല. കാണുന്നില്ലേ? കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? കാണാം. ഓക്കെ. ഏതാണ്? എ ബി സി ഡി. സി. വേറെ ഉത്തരം വേണ്ടോ? ഡി. ബി. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത്, ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ എന്നുള്ളത് എന്താണ്? കൂടിച്ചേരുന്നു. സ എന്നുള്ള വാക്കിനർത്ഥം കൂടെ എന്നാണ്. അപ്പൊ ചില വാക്കുകളെ കൂടെ സ ചേർത്ത് നമ്മൾ കൂടെ എന്ന് പറയും. സസ്നേഹം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സ്നേഹത്തോട് കൂടെ. അപ്പൊ സ്നേഹം എന്നുള്ളതിന്റെ ഒപ്പം കൂടെ എന്ന് വരാൻ വേണ്ടിയാണ് സ ചേർക്കുന്നത്. ഞാൻ സസ്നേഹം പറയുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ സ ചേരുമ്പോൾ എന്താണ്? കൂടെ എന്നുള്ള അർത്ഥമാണ് അവിടെ വരിക. സസ്നേഹം, സ്നേഹത്തോട് കൂടെ. സാദരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരവോട് കൂടെ. സഹർഷം, ഹർഷത്തോട് കൂടെ, സന്തോഷത്തോട് കൂടെ. അപ്പൊ സസ്നേഹം, സാദരം, സഹർഷം, ഈ 3 വാക്കുകളും സ എന്നുള്ളത് കൂടെ എന്ന അർത്ഥത്തിൽ വരുന്നത്. സ്നേഹത്തോടു കൂടെ, ആദരവോട് കൂടെ, ഹർഷത്തോടു കൂടെ. എന്നാൽ സമൂഹം എന്ന് പറയുമ്പോഴോ അത് സ എന്ന അർത്ഥത്തിൽ ചേരുന്നതല്ല. അത് സമൂഹം ഒരു വാക്കാണ്. ആ വാക്കിന് ആദ്യത്തെ അർത്ഥം അക്ഷരം സായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ എയിലും ബിയിലും സിയിലും ഉള്ള സ എന്നുള്ളതിന്റെ അർത്ഥമല്ല ഡിയിലെ സ എന്നുള്ളതിന്. അപ്പൊ അതുകൊണ്ട് എ സസ്നേഹം, ബി സാദരം, സി സഹർഷം, ഇത് ഒറ്റ ഗ്രൂപ്പാണ്. എന്നാൽ സമൂഹം അതിൽ പെടുന്നതല്ല. വ്യത്യസ്തമായത് ഡി ആണ്, സമൂഹം എന്നുള്ള വാക്കാണ്. ഇത് നമ്മൾ ഇതേപോലെ നോക്കി വെക്കണം. സന്തോഷം നമ്മൾ പറയാറുണ്ട്, സന്തോഷത്തോടെ. എന്നാൽ സങ്കടം അങ്ങനെയല്ല. സങ്കടം എന്നുള്ളത് സ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സഞ്ചി സ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അർത്ഥത്തിലല്ല. എന്നാൽ സ ചേർത്ത് നമ്മൾ എന്ത് പേര് പറയുന്നുണ്ട്? കുറെ ഇതേപോലത്തെ വാക്കുകൾ, സാമോദം, ആമോദത്തോട് കൂടി എന്ന അർത്ഥത്തിൽ സ ചേർത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിൽ വ്യത്യസ്തമായത് ഏതെന്നുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ഇനി നോക്കൂ, ഇതേപോലെ വ്യത്യസ്തമായത് ഏത്? ഇതേ സാധ്യതയുള്ള ചോദ്യമാണ് ഇത്. കരഞ്ഞുപോയി, തിരിച്ചുപോയി, നിന്നുപോയി, പേടിച്ചു പോയി. അപ്പൊ 4 വാക്കുകളുണ്ട്. എ കരഞ്ഞുപോയി, ബി തിരിച്ചുപോയി, സി നിന്നുപോയി, ഡി പേടിച്ചുപോയി. ഏതാണ് ഇതിൽ വ്യക്തമായത്? 1, 2, 3, 4 ഏതാണ്? ബി രണ്ടാമത്താണ്, സി മൂന്നാമത്തെ, ഡി നാലാമത്തത്. ഓക്കെ. അപ്പൊ ഇതിൽ ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തത്? എ അല്ല, ബി ആണ്. കരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താ? അത് കേട്ട് ഞാൻ കരഞ്ഞു പോയി. അപ്പൊ ഞാൻ കരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? കരഞ്ഞു എന്നുള്ള അർത്ഥം അവിടെ വരുന്നുള്ളൂ. ഞാൻ അവിടെ ആ കാഴ്ച കണ്ട് ഞാൻ അവിടെ നിന്ന് പോയി.
എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു എന്നർത്ഥമേ ഉള്ളൂ. അത് കണ്ട് ഞാൻ അല്ലെ അത് കേട്ട് ഞാൻ പേടിച്ചു പോയി. ആ ശബ്ദം കേട്ട് ഞാൻ പേടിച്ചു പോയി. അവിടെ പേടിച്ചു എന്നർത്ഥമേ ഉള്ളൂ. അപ്പൊ ഏല് കരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്നർത്ഥമേ ഉള്ളൂ. സിയിൽ നിന്നു പോയി എന്ന് പറഞ്ഞാൽ നിന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഡിയിൽ പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ പേടിച്ചു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ബിയിൽ തിരിച്ചു പോയി എന്ന് പറഞ്ഞാലോ അത് തിരിച്ചു പോയി. അത് പോവുക എന്നുള്ളതിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണത്തിന് പോയി എന്നുള്ളത് അതിന് ബലം കൊടുക്കാൻ വേണ്ടി ചേർക്കുന്ന പദം മാത്രമാണ്. എ കരഞ്ഞു പോയി, സി നിന്നു പോയി, ഡി പേടിച്ചു പോയി. ഇതൊക്കെ എന്തേ ഉള്ളൂ? കരഞ്ഞു, നിന്നു, പേടിച്ചു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. എന്നാൽ തിരിച്ചു പോയി എന്ന് പറഞ്ഞാലോ അയാൾ തിരിച്ച് പോയി. അപ്പൊ പോവുക എന്നുള്ള അർത്ഥം ബിയിൽ മാത്രമാണുള്ളത്. എക്കോ സിക്കോ ഡിക്കോ പോവുക എന്ന അർത്ഥമില്ല. ബിക്ക് മാത്രമാണ് പോവുക എന്നർത്ഥമുള്ളത്. അതിൽ ഗ്രൂപ്പിൽ പെടാത്ത ഏതാണ്? തിരിച്ചു പോയി എന്ന വാക്കാണ് ഗ്രൂപ്പിൽ പെടാത്തത്. ഇനി അടുത്ത് നോക്കൂ, വ്യത്യസ്തമായത് ഏത്? എ ബി സി ഡി നോക്കാം. എ പറഞ്ഞ കാര്യം, ബി കണ്ട കാഴ്ച, സി പാട്ട് പാടി, ഡി ചെയ്ത ജോലി. ഏതാ? ഡി സി ഡി ഡി സി അത് നമുക്ക് വീണ്ടും വിശദീകരിക്കാം. ഇതില് പെടാത്തത് സി ആണ്. പറഞ്ഞ കാര്യം, കണ്ട കാഴ്ച, ചെയ്ത ജോലി. മറ്റേന്താ ഉള്ളത്? പാട്ട് പാടി. അപ്പൊ ഇവിടെ ഈ മൂന്നെണ്ണത്തിൽ എയും ബിയും ഡിയും ഒരുപോലെയാണ്, സി വ്യത്യസ്തമാണ്. അപ്പൊ നമുക്കൊന്നും കൂടെ അത് വിശദീകരിച്ച് പറയാൻ നേരത്തെ പറഞ്ഞതൊക്കെ. അപ്പൊ നോക്കൂ, മറ്റൊരു പദത്തിനും കീഴടങ്ങാതെ നിൽക്കുന്ന പ്രധാന ക്രിയക്കാണ് മുറ്റുവിന എന്ന് പറയുന്നത്. അപ്പൊ ആ മുറ്റുവിന എന്നുള്ള പേര് നിങ്ങൾ പഠിക്കണ്ട. വിന എന്ന വാക്കിനർത്ഥം ക്രിയ എന്നർത്ഥമാണ്. വിനയച്ചം, പേരച്ചം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചിലപ്പം. വിനയച്ചം വിന ക്രിയനെ പറ്റി പറയുന്നതാണ്. പേരച്ചം പേര് നാമമാണ്. അപ്പൊ വിനയച്ചും പേരച്ചും ക്രിയയും നാമങ്ങളോ. അപ്പൊ വിന എന്ന് പറഞ്ഞ ക്രിയയാണ്. അപ്പൊ ഒരു പദത്തിന് കീഴാകാതെ പൂർണ്ണമായി നിൽക്കുന്ന ക്രിയക്കാണ് മുറ്റുവിന എന്ന് പറയുന്നത്. അപ്പൊ മുറ്റുവിന എന്നുള്ള പേര് നിങ്ങൾ പഠിക്കണ്ട, പക്ഷെ ആ ക്രിയന്റെ പ്രത്യേകതകൾ പഠിച്ചേക്കണം. പറയുന്നു പറഞ്ഞാൽ പറയുന്നു, കഴിഞ്ഞു. പോകുന്നു, അല്ലെ വരുന്നു, ചെയ്യുന്നു, പാടി, പാടുന്നു. ഇതൊക്കെ എന്താണ്? മുറ്റുവിനകളാണ്. അത് മറ്റൊന്നിനോട് ചേർന്നല്ല നിൽക്കുക. എന്നാ ഇവിടെ നോക്കൂ, ഇത് നേരെ വിപരീതമാണ് പറ്റുവിന. ആ വാക്കെന്ന് അറിയണം. പറ്റുവിന പറഞ്ഞാൽ എന്താ? പറ്റി നിൽക്കുന്നതാ. മുറ്റുവിന എന്ന് പറഞ്ഞാൽ മുറ്റുള്ളതാണ്, ഉയർന്നു നിൽക്കുന്ന. പറ്റുവിന എന്ന് പറയുമ്പോഴോ പറ്റി നിൽക്കുന്നതാ. അപ്പൊ പറ്റുവിന അപൂർണ ക്രിയയാണ്. മറ്റേതേ പദത്തിനോട് ചേർന്ന് മാത്രമേ ചെയ്യുള്ളൂ. അതിന് ഉദാഹരണം ചെയ്യുന്ന, ചെയ്ത, പറഞ്ഞ, പറയുന്ന, കേട്ട, കണ്ട, വന്ന, പോയ. കാരണം അവിടെ മുഴുവനാവുന്നില്ല. ചെയ്യുന്നു എന്നാണ് വെച്ചാൽ കംപ്ലീറ്റ് ആയി. പക്ഷെ ചെയ്യുന്ന എന്ന് പറഞ്ഞാലോ ചെയ്യുന്ന എന്ത് ഒരു സാധനം അവിടെ ഉണ്ട്. ചെയ്യുന്ന കാര്യമോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ചെയ്ത, അപ്പൊ ചെയ്ത കഴിഞ്ഞാൽ ചെയ്ത എന്ത് ഉണ്ട്. പറഞ്ഞ, അപ്പൊ പറഞ്ഞ എന്ത്, പറയുന്ന എന്ത്, കേട്ട, കണ്ട, വന്ന, പോയ. ഇതൊന്നും എന്തല്ല? കംപ്ലീറ്റ് അല്ല. അപ്പൊ കണ്ട എന്ന് പറഞ്ഞാൽ കണ്ട കാര്യം, അല്ലെ പറയുന്ന കേട്ടു, അല്ലെ ചെയ്ത ജോലി, അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതിന് ശേഷം വീണ്ടും വരും. അപ്പൊ ഇങ്ങനത്തെ ക്രിയകളെയാണ് നമ്മൾ പറ്റുവിന എന്ന് പറയാം. അത് പറ്റി നിൽക്കുന്ന. അപ്പൊ വാക്ക് കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ചെയ്യുന്ന, ചെയ്ത, പറഞ്ഞ, പറയുന്ന, കേട്ട, കണ്ട ഒന്നും കംപ്ലീറ്റ് അല്ല. എന്നാൽ നേരത്തെ ഉള്ളത് നോക്കിയതിന് മുമ്പുള്ളത് പറയുന്നു, പോകുന്നു, വരുന്നു, ചെയ്യുന്നു, ഇതൊക്കെ കംപ്ലീറ്റ് ആണ്. ഈ അർത്ഥത്തിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോഴോ പറഞ്ഞ കാര്യം, അപ്പൊ പറഞ്ഞ എന്നുള്ളത് പറ്റുവിനയാണ്. കണ്ട കാഴ്ച, കണ്ട എന്നുള്ളത് പറ്റുവിനയാണ്. ചെയ്ത ജോലി, ചെയ്ത എന്നുള്ളത് പറ്റുവിനയാണ്. എന്നാൽ പാട്ട് പാടി, പാടി എന്നുള്ളതോ മുറ്റുവിനയാണ്. അവിടെ പാടി എന്നുള്ളതോടുകൂടി കഴിഞ്ഞു. അതായത് പാടിയ എന്നാണെങ്കിൽ പറ്റുവിനായി. പാടിയ പാട്ട് നാ, പാടിയ എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരും അല്ലെ. അപ്പൊ ഈ മുറ്റുവിന പറ്റുവിന എന്ന് പറയുന്നത് പൂർണ്ണമായി നിൽക്കുന്നത് മുറ്റുവിന, എന്നാൽ പൂർണ്ണമായി നിൽക്കാതെ ആരോടെങ്കിലും പറ്റി നിൽക്കുന്നത് പറ്റുവിന. വിന എന്നുള്ള വാക്കിനർത്ഥം ക്രിയ എന്ന നോക്കാനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഈ മുറ്റുവിന പറ്റുവിന എന്നുള്ള പേരല്ല, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ ചോദ്യങ്ങളാണ് അതിൽ വരാൻ സാധ്യതയുള്ളത്. ഇനി അടുത്ത നോക്കൂ, വ്യത്യസ്തമായത് ഏത്? എ വലിയ പൂവ്, ബി തെളിഞ്ഞ പുഴ, സി നല്ല പാട്ട്, ഡി വേഗം നടന്നു. നാലാമത്തത് അല്ലെ? നാലാമത്തത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കൂ. നാമങ്ങളെ വിശേഷിപ്പിക്കാം. നാമം എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലെ? എന്തിനെയോ ഒരു പേരാണെങ്കിൽ അതിന് നാമം എന്ന് പറയും. ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ ക്രിയ എന്ന് പറയും. ഇനി ക്രിയാനാമങ്ങളുണ്ട്, ക്രിയേന്റെ പേരുണ്ട്. ഇപ്പൊ ഉറങ്ങുക ഒരു ക്രിയയാണ്, ഉറങ്ങുന്നു ക്രിയയാണ്, ഉറങ്ങി അതും ക്രിയയാണ്. പക്ഷെ ആ ഇതിന്റെ പേരെന്താ? ഉറക്കം എന്നാണ്. അപ്പൊ ഉറക്കം എന്ന് പറയുമ്പോൾ എന്താ? അത് ക്രിയാനാമമായി. ഉറങ്ങുക, ഉറങ്ങി, ഉറങ്ങുന്നു എന്നൊക്കെ പറയുന്ന ക്രിയേന്റെ നാമമാണ്
ഉറക്കം എന്ന് പറയുന്നത്. നടക്കുക, നടന്നു എന്നൊക്കെ പറയും. അതിന് ക്രിയാനാമം എന്താ? നടത്തം എന്നുള്ളതാണ്. പാടുക, പാടി എന്നൊക്കെ പറയും. പാട്ട് എന്നുള്ള എന്താണ്? ആ ക്രിയയുടെ നാമമാണ്. അപ്പൊ നാമങ്ങളുണ്ട്, ക്രിയകളുണ്ട്. അപ്പൊ നാമങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷണം എന്ന് പറയുന്നത്. നല്ല കുട്ടി, അപ്പൊ കുട്ടി എന്നുള്ളൊരു നാമമാണ്. ആ കുട്ടിയെ വിശേഷിപ്പിക്കുകയാണ് നല്ല. ചുവന്ന പൂവ്, ചുവന്ന എന്നുള്ളത് ഒരു പൂവ് എന്നുള്ളൊരു നാമമാണ്. ചുവന്ന നാമത്തെ വിശേഷിപ്പിക്കാം. വലിയ വീട്, അപ്പൊ വീട് എന്നുള്ളത് നാമമാണ്. വലിയ വീടിനെ വിശേഷിപ്പിക്കാം. 2 രൂപ, രൂപ എന്നുള്ളത് ഒരു നാമമാണ്. 2 എന്നുള്ളത് രൂപേനെ വിശേഷിപ്പിക്കുകയാണ്. എത്ര എണ്ണം ഉണ്ട് പറയാം വിശേഷണം. ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പറയാം നാമവിശേഷണം എന്ന് പറയും. അപ്പൊ നാമത്തെ വിശേഷിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നത് നാമവിശേഷണം. പിന്നെ നോക്കൂ, ക്രിയാവിശേഷണം. ഒരു ക്രിയേനെ വിശേഷിപ്പിക്കാം. അവൻ നന്നായി പാടി. അപ്പൊ പാടുക എന്നുള്ളൊരു ക്രിയയാണ്. നന്നായി പാടി എന്നുള്ളത് എന്താണ്? ക്രിയേനെ വിശേഷിപ്പിക്കുക. അവൾ ഇന്നലെ വന്നു. അപ്പൊ വന്നു എന്നുള്ളതിനാണ് ഇന്നലെയാണ് വന്ന് വിശേഷിപ്പിക്കുക, കാലമാണ്. അവിടെ ഇരിക്കുന്നു, അതൊരു വിശേഷമാണ്. അവിടെ കൂടുതൽ സംസാരിച്ചു. അതേപോലെ തന്നെ മെല്ലെ നടന്നു, വേഗം നടന്നു, പതുക്കെ പറഞ്ഞു, വേഗത്തിൽ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. ആ ഉറക്കെ എന്നൊക്കെ എന്തിനാണ്? നാമക്രിയേനെ വിശേഷിപ്പിക്കുക. അപ്പൊ വിശേഷണങ്ങൾ ഈ പറഞ്ഞ പോലെ ക്രിയാവിശേഷണമുണ്ട്, നാമവിശേഷണമുണ്ട്. വലിയ പൂവ്, വലിയ പൂവ് എന്ന് പറഞ്ഞാൽ പൂവിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ നാമവിശേഷണമാണ്. തെളിഞ്ഞ പുഴ, പുഴയെ വിശേഷിപ്പിക്കുകയാണ്. തെളിഞ്ഞ പുഴ, പുഴയെ വിശേഷിപ്പിക്കുകയാണ്. അത് നാമവിശേഷണം. നല്ല പാട്ട്, പാട്ടിനെ വിശേഷിപ്പിക്കുകയാണ്. അത് നാമം. വേഗം നടന്നു, അപ്പൊ വേഗം എന്നുള്ള എന്താണ്? നടക്കുക എന്നുള്ള ക്രിയനെ വിശേഷിപ്പിക്കുകയാണ്. അത് ക്രിയാവിശേഷണം. അപ്പൊ നാമവിശേഷണങ്ങൾ ഉണ്ടാവാം, അതേപോലെ തന്നെ എന്തുണ്ടാവാം? ക്രിയാവിശേഷണങ്ങളും ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായി നമ്മളെ ഭാഷാ വസ്തുതകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറായി നമ്മളെ ക്ലാസ് നടക്കുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വ്യാകരണത്തിന്റെ വലിയ ഉള്ളിലേക്കോ വേറെ വലിയ വലിയ വ്യാകരണ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും വ്യാകരണം നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രധാനമായും വരുന്നത് ഇത്തരത്തിലുള്ള പദങ്ങളാണ്. അവിടെ അധികം നിങ്ങൾ വ്യാകരണത്തിന്റെ പേരുകളോ കാര്യങ്ങളോ അല്ല ചോദിക്കുക. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വ്യത്യസ്തമായതോ അല്ലെ അതിന്റെ സ്വഭാവമോ തിരിച്ചറിയാൻ കഴിയുമോ, ഇതാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. Thank you, sir. Thank you, sir. Thank you, sir. ഓക്കെ മാഷേ. Thank you, sir. ഓക്കെ മക്കളെ, ഒരു മിനിറ്റ്. അപ്പൊ ഇന്നത്തെ KSTU വിജയഭേരിയില് USS കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളം ക്ലാസ് എടുത്തത് മോസ് മാഷാണ്. കുട്ടികളുടെ തന്നെ ആവശ്യപ്രകാരമായിരുന്നു ഇന്ന് ഈ ഒരു ടോപ്പിക്ക് എടുത്തത്. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇനി ഈ വ്യാഴാഴ്ചയാണ് പരീക്ഷ വരുന്നത്. അപ്പോ എല്ലാവരും വീട്ടിൽ നിന്ന് മാറ്റാവുകയും പോയി ബാക്കി കാര്യങ്ങൾ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒപ്പം മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ നാളെ മറ്റന്നാളായിട്ട് കണക്കിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ തന്നെ 2 ക്ലാസ് ഉണ്ട്. നാളെ കണക്കിന്റെ 2 ക്ലാസ് ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞ ടോപ്പിക്കുകൾ തന്നെയാണ് ആ ടീച്ചർ